സമാധാനമായിട്ട് ഒരു ദിവസമെങ്കിലും ഭവനത്തിൽ കിടന്ന് ഉറങ്ങാനുള്ള ഒരിതുണ്ടോ? എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? അതുണ്ടാക്കാൻ വേണ്ടിയാ നമ്മുടെ യാത്ര. തമ്പുരാനല്ല, ഇത് ആളറിയുന്നുണ്ട്. ഇത് സമാധാനം ഉണ്ടോ? മക്കളെയും കൊണ്ടുമില്ല, മകന്മക്കളെയും കൊണ്ടുമില്ല, വീട്ടുകാരെയും കൊണ്ടുമില്ല, നാട്ടുകാരെയും കൊണ്ടുമില്ല. ലോകം മുഴുവൻ ഈ കുത്തും കൊലയല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? അതിനെതിരെയാണ് നമ്മളൊരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നും കള്ളുകൂടി ഇത് ഉണ്ടാക്കാനാ നമ്മൾ യാത്ര തുടങ്ങുന്നത്. സഹിക്കാൻ വയ്യ മോനെ. പ്രായമായി, ഇനിയെങ്കിലും വീട്ടിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ നോക്കുന്ന കാലമാണോ? പറ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? അമ്മ പറഞ്ഞത് കാര്യം എന്ന് തുടങ്ങിയതായി ഒരു ദിവസമെങ്കിലും ഒരു സ്വസ്ഥമായിട്ട് ഈ അമ്പലത്തിൽ വന്ന് ഭഗവാനോട് പറയുക. ഒറ്റ ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു കുത്തും വിലയില്ലാത്ത ദിവസങ്ങളുണ്ടോ? എന്നും ഇല്ല. മക്കളും കൊച്ചുമക്കളും എല്ലാം കഴുത്തരിടാനൊക്കെയുള്ള കാര്യം ഒന്നുമില്ലാത്തവർക്ക് പോലും ജീവിക്കാനൊക്കാത്തൊരു കാലമാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ ഒരിക്കലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനൊക്കത്തില്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് വയ്യ. താങ്ങാനുള്ള അമ്മയെ പോലെ വേദനിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അവരുടെ കണ്ണീരിന് ഉറവ പറ്റിക്കാൻ കേട്ടോ, അവർക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. മക്കളെ കൊണ്ട് സമാധാനമില്ല. മക്കളാണെങ്കിൽ കുടിച്ച് കൂത്താടി വരും. നമ്മൾ എന്ത് ചെയ്യും? പറയാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പറയാൻ ഒക്കുന്ന കാലമാണോ? റോഡിലോട്ടിറങ്ങി ആരോടെങ്കിലും ഒന്ന് മിണ്ടിയ ഉടനെ വെട്ടിയിടുക. ഇതെന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഗവൺമെന്റ് എന്തോ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? ഈ അമ്മയുടെ വേദന അങ്ങേക്ക് മനസ്സിലായി? പിന്നെ തീർച്ചയായിട്ടും ഇതൊരു നമ്മൾ ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ലഹരിയും അതുപോലുള്ള. യാത്ര തുടങ്ങിയതിനു ശേഷം വ്യാപകമായിട്ടുള്ള റെയ്ഡ് നടക്കുന്നുണ്ട്. കുറെ ആൾക്കാരെ പിടിക്കുന്നുണ്ട്. അതിനേക്കാളും നമുക്കൊരു അവബോധം ഉണ്ടാകണം. ഇവരെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ആവർത്തിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അതിനെതിരായിട്ട് അപ്പൊ നിങ്ങളെല്ലാം അണിചേരണം. അങ്ങനെയല്ല, ഇതിനകത്ത് സാറ് തുടങ്ങിയ ദിവസത്തെ എപ്പിസോഡ് കണ്ടിരുന്നു വിജയൻ സാറുമായിട്ട്. അപ്പൊ അവിടെ വിജയൻ സാറ് പറഞ്ഞ കാര്യം, ഇത് കുട്ടികൾ കായിക മത്സരങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് തിരിയുമ്പോൾ ഈ ലഹരിയിൽ നിന്ന് മാറണം. നമ്മുടെ കളിക്കളങ്ങളെല്ലാം വൃത്തിയാക്കിയിടണം നമുക്ക്. പക്ഷെ ഞങ്ങളുടെ ആറന്മുളയിൽ നേരെ തിരിച്ചാണ്. ഞങ്ങൾ കായികം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കലാപരമായിട്ട് ഇവിടുത്തെ എല്ലാ കുട്ടികളും, ഇപ്പൊ പള്ളിയുടെ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണെങ്കിലും ഇവിടെയുള്ള കുട്ടികളെല്ലാം ഈ ഒരു വഞ്ചിപ്പാട്ട് പഠിപ്പിക്കാനുള്ള വലിയൊരു പ്രയത്നം നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനായിട്ട് കൂടുതൽ എടുക്കുമ്പോൾ, അതെ എന്റെ ഭഗവാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കണില്ല, അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇതിലേക്ക് കടക്കുന്നില്ല. എന്റെ അന്വേഷണത്തിൽ ആറന്മുളയിൽ ഇതിന്റെ സ്വാധീനം വളരെ കുറവാണ്. പക്ഷേ അതേസമയം ഉണ്ട്, ഉണ്ട്. നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്ഥലവും ഇതിന് മാറിയിരിക്കുന്നില്ല. അതെ തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കുറച്ച് മുതിർന്ന ആൾക്കാർ ഈ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു സ്വഭാവ വ്യത്യാസമോ അല്ലെങ്കിൽ ഇവർ അത്തരത്തിൽ പോകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം. കൂട്ടായ്മകളുണ്ടോ? തീർച്ചയായിട്ടും ഈ പള്ളിയോടങ്ങൾക്ക് എല്ലാവർക്കും അതാത് കലകളിൽ കൂട്ടായ്മയുണ്ട്. അവിടെ ഒരു കരനാഥൻ കാണും, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി കാണും. അപ്പൊ അവരെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പള്ളിയോടത്തിലെ ആൾക്കാർ വരുന്നതും ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു നിയന്ത്രണമുണ്ട്. ജാഗ്രത എല്ലാവർക്കും വേണം. ഓക്കെ ബെന്യാമിൻ. അപ്പൊ ബെന്യാമിന് പുതിയ പുസ്തകം എഴുതാനുള്ള ഒരു പ്രേരണയാണ്. സന്തോഷം. ഈ യാത്രയ്ക്ക് എല്ലാ ആശംസകൾ. കാരണം വളരെ അർത്ഥവത്തായ ഒരു യാത്രയാണ്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി 24 ചാനൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിത്തിരിച്ചതിൽ ഉള്ള സന്തോഷം അറിയിക്കുന്നു. താങ്കൾക്കുള്ള സ്നേഹം അറിയിക്കുന്നു. ഇത് യാത്ര കുറച്ച് വെയിലുള്ള ചേരുന്നു. കുറച്ച് കഴിഞ്ഞ് വരാം. അതെ. ശരി. അപ്പൊ താങ്ക് യു. അപ്പൊ നമ്മുടെ അഭിമാനമായ ബെന്യാമിനാണ് നമ്മൾ സംസാരിച്ച